നമ്മൾ ഊട്ടിയിൽ വന്നാൽ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പോൾ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനാണ് നിൽക്കുന്നത്. ഇവിടെ അഡൽട്ടിന് 100 ചിൽഡ്രൻസിന് 50 റുപ്പീസാണ് ആവുന്നത്. ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. ഗാർഡനിലോട്ട് കയറുമ്പോൾ നമുക്ക് പോകാനുള്ള ബോർഡിൻ്റെ അഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്നത് രാജ്ഭവനിലോട്ടാണ്. ഈ റൂട്ടാണ് ആദ്യമേ നമ്മൾ പോകുന്നത്. ഇവിടുന്ന് പോയി ഇങ്ങനെ കറങ്ങി അപ്പുറത്തോടെ കറങ്ങി ഇങ്ങനെ വരണം. ഇതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒരു നടപ്പാത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. പീരങ്കി ഇതാണ് പീരങ്കി. ദിസ് ഈസ് കാനോൺ. പക്ഷേ ഇത് ഇതാന്ന് തോന്നുന്നല്ലേ, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു. ടോയാന്ന് തോന്നുന്നു. അതായത് പഴയ യുദ്ധകാലത്ത് അങ്ങനെ ഉണ്ടാക്കി യുദ്ധകാലത്ത് നിന്ന് അങ്ങനെ കിട്ടിയതാണോന്നും പറയാൻ പറ്റില്ല. ഇല്ല, ഉണ്ടാക്കിയേക്കുന്ന പെയിന്റ്, കമ്പി, ട്രാക്ടറിന്റെ ഇതാന്ന് തോന്നുന്നു. ആ പഴയ മറ്റേ കാളവണ്ടിക്കകത്ത് നൂരിയെടുത്ത ടയറാന്ന് തോന്നുന്നു. അത് തന്നെ കാളവണ്ടിക്കകത്ത് എടുത്ത സാധനമാണെന്ന് തോന്നുന്നത്. അതെ, കാളവണ്ടി നടത്തിയാണ് സാധനം. കാനോൺ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളെ നോട്ടീസ് ബോർഡിൽ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ നമ്മുടെ അംബേദ്കർ, പിന്നെ തമിഴ്നാടിൻ്റെ വലിയ വലിയ ആൾക്കാരാണ്. CM, പഴയ CM, ആദ്യത്തെ CM അല്ലേ നാട്ടുപുള്ളി, ത്യാഗരാജ്, അങ്ങനെയുണ്ട്. കാമരാജ്. ഇവരൊക്കെ തമിഴ്നാടിൻ്റെ എന്തെങ്കിലും യോദ്ധാക്കളായിരിക്കും. നമ്മുടെ കേരളത്തിലെ ടൂറിസത്തിൽ പോകുമ്പോൾ കേരളത്തിലുള്ളവരെ കാണിക്കത്തില്ലേ, അതേപോലെ. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിരുന്ന ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് 100 രൂപയാണ്. സ്പോട്ടിൽ ഫോട്ടോ എടുത്ത് സ്പോട്ടിൽ തന്നെ തരും നമുക്ക്. ചെടികളുണ്ട്, ഓരോ സ്കാച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ. ഇവിടെ പേൺ ഹൗസ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അതിനകത്തോട്ട് ഇങ്ങനെ കയറിയാൽ ചെടികളാണ് ഇതിനകത്ത് മൊത്തം. നമുക്ക് എന്തെങ്കിലും അകത്തോട്ട് നോക്കി തരാം. ഡ്രൈ ആയി നോക്കി കൈ. ഗഞ്ചു അല്ലേ? ഡോണ്ട് റൺ എന്ത് സാധനം വായിച്ചെടുത്തോ. സംഭവമൊന്നുമില്ല, ഇവിടെ ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. അതിനകത്ത് ഓരോ ചെടികളും അതിൻ്റെ പേരുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ബൈ ചെയ്യാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് പുറത്തോട്ട് പോകാം. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് ഗ്ലാസ് ഹൗസിലേക്കാണ്. ഇത് ഈ പുറകിൽ കാണുന്നതാണ് ഗ്ലാസ് ഹൗസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. പക്ഷേ ഇങ്ങോട്ടെന്തോ വേലിക്ക് അപ്പുറമൊക്കെ ചാടുന്നു, നോ എൻട്രിയിലൊക്കെ. ഇവിടെ ഇങ്ങോട്ട് നിങ്ങളെ മുമ്പിൽ കയറി നിന്നിട്ട് സംസാരിക്കുന്നു. ഗ്ലാസ് ഹൗസ് ഇതൊരു പ്ലാന്റാണ്, ആൻട്രിയം. നമ്മളവിടെയൊക്കെ ഉള്ള സൈസ് ചെടിയല്ലേ, ഇപ്പോഴും ഉണ്ട് അത്.
ചെടികളും പൂവുകളൊക്കെ പരിപാലിക്കാൻ ആളൊക്കെ ഉണ്ട്. ചെടി വെച്ചാൽ അടിയും കിട്ടും. അതുകൊണ്ട് വരുന്നവർ കാണുക, ആസ്വദിക്കുക, പോവുക, പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാം. റോസുകൾ എന്ത് 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 ചെടിയാണ് ഇത്? എന്ത് പേര് വായിക്കോളാതെ പേര്. ഐവി ജെർണിയോ? ആ, അതത്ര നൈസ്. ഈ സൈഡ് ഫുള്ളും മുൾച്ചെടികളാണ്, മൊത്തം മുൾച്ചെടികളാണ്. പല ഇനം സാധനങ്ങളുണ്ട് കേട്ടോ, നമ്മളൊന്നും കണ്ടതും കാണാത്തതൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ക്ലാസ് ഹൗസ് കഴിഞ്ഞു. സൂര്യകാന്തിയൊക്കെ ഉണ്ടോ? പൊരിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഉറങ്ങുക തണുപ്പത്ത്. ഇവിടെ കണ്ട് പരിചയമുള്ള പൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം ഏത് പോവാന്ന്. എനിക്കറിയത്തില്ല. ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു എൻട്രി പാസ് ഉണ്ട്, ഒരു എൻട്രി ഉണ്ട്. നമുക്കതിലെ പോകാൻ പറ്റില്ല, നോ എൻട്രി ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോകണം. ഈ കാണുന്നത് ബോട്ടാണിക്കൽ ഗാർഡനിലെ ഒരു പാർക്കാണ്. വലിയ തിരക്കൊന്നുമില്ല, ഇന്ന് തിങ്കളാഴ്ചയാണ്. പിന്നെ 1-2 സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ സെൻട്രലായിട്ട് ഒരു CTC പോണ്ട് എന്ന് പറഞ്ഞൊരു കുളങ്ങണ അങ്ങനെ കെട്ടിച്ചിട്ടുണ്ട്. മൊത്തം കരിയിലയാണ്. നമ്മളെ കൂടെ വന്നൊരു അവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു. അച്ചു, സ്നേഹ, സീൻകുട്ടൻ. ഇവിടെ വരുന്നവർക്കൊക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെയറുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വയസ്സാർക്കൊക്കെ ഇരിക്കാം, ചെറുപ്പക്കാരൊക്കെ നടന്നാൽ മതി. പിടിച്ചോണ്ടോട്ടെ പട്ടി ഉണ്ടാടാ. നീ അങ്ങോട്ട് പോയിട്ട് അപ്പോസിറ്റ് ഇട്ട് കൊണ്ടാക്കും. പോ നമുക്ക് വീട്ടിൽ പോകാം. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ്, കർണാടക, ഇവിടെ ശ്രീലങ്ക ഉണ്ട്. ആർട്ട് വർക്കേ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതാണേ. ഡൽഹിയൊക്കെ ഉണ്ട്, ഡൽഹിയിലൊക്കെ ചെടികൾ ചെയ്യുന്നു. പഞ്ചാബ്, കാശ്മീരി ചെടി ഇല്ലെന്ന് തോന്നുന്നു. ലഡാക്കിലൊന്നും ചെടിയില്ല. നൈസ് നൈസ്. ബോട്ടാണിക്കൽ ഗാർഡനകത്താണ്, ബോട്ടാണിക്കൽ ഗാർഡനകത്താണ് വേണ്ടേ ഒരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സ്. ഓ നൈസ് നൈസ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ. വാടകയ്ക്ക് വെച്ചാൽ മൈ ഗാഡ്. ഇനിയും കയറാനുണ്ട് ഗൈസ്, മുകളിലോട്ട് ഇനിയും കയറാനുണ്ട്. സാധാരണ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന ഈ താഴെ കാണുന്ന മാക്സിമം ഇവിടം വരെ വരും ആൾക്കാർ. നമ്മളിപ്പോൾ മോളിൽ വന്നു, ഇനിയും മുകളിലോട്ട് കയറാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തായാലും മുകളിലോട്ട് കയറാം. കുറച്ച് അഡ്വഞ്ചർ കൂടുതലാണ്. ഇവിടെ കയറിപ്പോള്ള സെറ്റപ്പൊന്നുമില്ല. സെയിൻകുട്ടനൊക്കെ എങ്ങനെയോ കയറിപ്പോന്നു. പാടുപെട്ട് കയറുന്നു, പൊക്കിയെടുത്ത് കയറ്റുന്നു. ഹേയ് 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 ഹേയ്. ഗൈസ്, ആ കാണുന്നതാണ് എന്തോ ഒരു ഭവൻ. അല്ല, നോക്കട്ടെ, പോലീസ് പിടിയോ. എന്തോ ഒരു ഭവനാണ് ഗൈസ്. ബോർഡ് കാണാൻ പോയാ. ഇത് നമ്മൾ താഴെ നിന്നുണ്ട വഴി വരുന്ന ആ റോഡ സംഭവം. കൊള്ള സംഭവം. ജസ്റ്റ് നടന്നു നോക്കായിരുന്നു. തിരിച്ചിറങ്ങാനുള്ള വഴി ചിലപ്പം കാണാം. അങ്ങോട്ട് നോക്കാം. അച്ഛൻ അഡ്വഞ്ചറാന്ന് പറഞ്ഞ് കയറിയൊക്കെ പോകുന്നുണ്ട്.
കുറച്ച് അഡ്വഞ്ചർ തന്നെയാണ് ഗൈസ്. അത്ര വലിയ അഡ്വഞ്ചർ ഒന്നും ഇല്ല. ഒരു വീഴ്ച വീണാലേ ഉരുണ്ടിങ് വരാവോ? നൈസാടാ വാടാ. ആ സീനറി ഉള്ള കേട്ടോ അടുത്ത സീനറി സൂപ്പർ. കൺസർവേറ്ററി ലോഗൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. വേറെ അല്ല. അയ്യോ നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാം. ഇങ്ങനെയൊക്കെയാണ് പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യേണ്ടത്. പെയിന്റിങ് കളേഴ്സ് എല്ലാം കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് ഊട്ടിയിലെ ഈ ഗാർഡൻ വരപ്പിക്കുകയാണ്. ഏത് സ്കൂളാണെന്ന് മനസ്സിലായില്ല. ഒരു ഇംഗ്ലീഷ് മാത്രമേ പറയുന്നുള്ളൂ. CBSE നടക്കാൻ വയ്യാത്തവർക്കോ അല്ലെങ്കിൽ കാശ് കൂടുതലുള്ളവർക്കോ രീതിയിലൊക്കെ സഞ്ചരിക്കാം. ടാറ്റാറ നമ്മളിത് വന്നപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ പിന്നെ നടക്കത്തില്ലായിരുന്നു. ഇവിടെ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്യാത്തവരെ പുള്ളിക്കാരൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം. ജോലി ചെയ്യാത്തവരെ വഴക്ക് പറയുന്നു. പാവം തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ജോലി ചെയ്യണം. ജോലി ചെയ്താലേ ശമ്പളം കിട്ടും. അപ്പോൾ ഇന്നത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വീഡിയോസ് ഇന്നിവിടെ കഴിയുകയാണ്. നിങ്ങൾ ഊട്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ കയറും. അപ്പോൾ ഊട്ടിയിലൊക്കെ വരിക, ബൊട്ടാണിക്കൽ ഗാർഡനെ കാണുക. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്.